അച്ഛനെ പോയി കണ്ട് മക്കളെ തിരിച്ചു കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുക. വേണ്ടവനെ, ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് നീ വീണ്ടും അണ്ണന്റെ മുമ്പിലേക്ക് പോരുത്. അത് അണ്ണന് വലിയ വിഷമമുണ്ടാക്കും. വിഷമം മാത്രമല്ല, ചിലപ്പോ അമ്മാവന് നിന്നോട് കടുത്ത ദേഷ്യം തോന്നിയെന്നും വരും. നിനക്ക് തോന്നുമ്പോ തള്ളാനും കൊള്ളാനും ഉള്ളവരല്ല ചീരുന്റെ മക്കള്. അമ്മാവനിനി അവരെ അതിന് വിട്ടു തരുമെന്നും കരുതണ്ട. ഓരോ സാഹചര്യത്തിലും ഓരോന്നും സംഭവിച്ചു പോകുന്നല്ലേ രഘുവേട്ടാ. അല്ലാതെ സ്വന്തം മക്കളെ ആരെങ്കിലും മനഃപൂർവ്വം തള്ളിക്കളയോ? രഘുവേട്ടൻ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുവാണെങ്കിൽ 3 മക്കളെ എന്റെ വീട്ടിൽ നിർത്തി രാജ്യം വിട്ടുപോയ ചീരൂരെ കുറിച്ച് എന്തൊക്കെ പറയണം? പിന്നെ നീ ചീരുനെ കുറിച്ച് മതി, വിട്ടേക്ക്. നീ ഇതിന് മറുപടി പറയാൻ നിന്നാ നമ്മുടെ മീറ്റിംഗ് ഒന്നും നടക്കില്ല. വിനയ, നീ കറങ്ങി തിരിഞ്ഞ് വീണ്ടും പഴയ സ്ഥലത്തന്നെ വന്ന് നിൽക്കുക. ഇതിൽ നിന്ന് കര കയറാണ്ട് നിനക്ക് രക്ഷയില്ല. അങ്ങനെ ഞാന് നിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണെന്ന് നീ സമ്മതിച്ചാൽ മാത്രം പോരാ, അത് തിരുത്താനുള്ള മനസ്സും ബുദ്ധിയും കൂടി കാണിക്കണം. മനസ്സിലായ? വരൂ. പിന്നെ വണ്ടി എടുക്കും. കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കണമെന്നാണ് ഞാൻ പഠിച്ചത്. അല്ലാതെ കാര്യം കാണാൻ കഴുതി ആവണമെന്നല്ല. നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ വിനയെ സഹായിക്കാൻ മറ്റാരെങ്കിലും കാണും. അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയിരിക്കും. ഒരു ദാസെങ്കിലും രഘുവേട്ടൻ വൃത്തിയേട്ടന്മാര്. രണ്ടർച്ചന. പേരുന്നാളും പറഞ്ഞു. രവി തിരുവാതിര, ഹർഷ തിരുവോണം. വിനയനാണല്ലോ. എത്രയായി? 20. ഹർഷേ, ഇവനൊരു കുരിശാണല്ലോ. ആരാ ആന്റി വിളിക്കുന്നേ? ഇത് അവനാണെന്നേ, ആ വിനയൻ. ആന്റി എന്താ എടുക്കാത്തെ? ഓ, അവനൊരു വള്ളിക്കെട്ടാ. എടുത്ത വിനയാവും. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വീട്ടിൽ CCTV വെക്കാൻ അനുപമ ഓർഡർ കൊടുത്ത കാര്യം? അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേറെ 10 ഓർഡർ ഞാൻ അവന് പിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ആന്റി വല്ലതുമൊക്കെ പിടിച്ചു കൊടുക്ക്. നമുക്കേ കൂടെ നിർത്താൻ പറ്റിയ കക്ഷിയാ വിനയൻ. പിണക്കിയാൽ വിഷവും ആന്റിക്ക് അറിയാലോ. 1-2 ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് ഉറപ്പിച്ച ശേഷം അവനെ വിളിക്കാവുന്ന കരുതിയാ. നീ വാ. നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ശേഖരന്റെ കാര്യം. അയാളെ കൊണ്ട് അടുക്കള ജോലി കൂടി ചെയ്യിപ്പിച്ചാലോ എന്നാ സോന ചോദിക്കുന്നത്. അവക്ക് പിന്നെ സുഖമല്ലേ, ഒന്നും ചെയ്യണ്ടല്ലോ. ആ മനുഷ്യനെ അവിടെ നിർത്തി ചുമ്മാ തീറ്റി പോറ്റുന്നതിനേക്കാൾ നല്ലത് വീട്ടുജോലി ചെയ്യിപ്പിക്കുന്നതാ. അയാളെ വീട്ടിനകത്ത് കയറ്റുന്ന അപകടം വർഷേ. ആദ്യം അടുക്കള, പിന്നെ ഒരു മുറി, അവസാനം അവനെ ഇറക്കി വിടാൻ പറ്റാത്ത അവസ്ഥ വരും. എങ്കിലയാളെ എത്രയും വേഗം അവിടെ നിന്ന് ഇറക്കി വിടാ ആന്റി. എന്താ ആന്റി, ആന്റിക്ക് അത് പറ്റില്ലേ? അതിനി എന്താ ഹർഷ ചെയ്യേണ്ടത്? ഒരടിമയെ പോലെ ഒരുപാട് ജോലി ഞാൻ ചെയ്യിപ്പിച്ചു. നാണം കെടുത്താതിന്റെ അങ്ങേയറ്റം നാണം കെടുത്തി. ഉളുപ്പും മാനവും ഇല്ലാതെ വീണ്ടും അവിടെ കൂടിയിരിക്കുമല്ലേ. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, അയാളെ അവിടെ തൂക്കിയെടുത്ത് വല്ല കൊക്കയിലോ കടലിലോ തള്ളാൻ കൊട്ടേഷൻ കൊടുക്കണം. ശല്യം പിടിച്ചവന്റെ ശവശരീരം പോലും ആരും കാണരുത്. അതുമല്ല, ഇതൊരു കൈവിട്ട ചിന്തയാണല്ലോ ആന്റി. സംഭവം നടക്കായികയൊന്നുമില്ല, പക്ഷെ കയ്യില് കാശ് വേണം. മിനിമം ഒരു 2 ലക്ഷമെങ്കിലും വേണം. അത് ആന്റിക്ക് കൊടുക്കാൻ പറ്റുമോ? ഉടനെയൊന്നും പറ്റില്ല, പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം. അതെ, ഒരു 2 ലക്ഷം രൂപ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തന്നാ ചെവി അറിയാതെ ശേഖരനെ നീ ഒന്ന് ഒഴിവാക്കി തരുമോ ഹർഷേ? പറ്റുമോ? ആന്റി ഓക്കെ ആണെങ്കിൽ നമുക്ക് സംസാരിച്ചു നോക്കാം. അയാള് മിസ്സിംഗ് ആയാൽ ചോദിക്കാനും പറയാനും ആരും വരില്ലെന്ന് ആന്റി ഉറപ്പ് കൊടുത്താ 2 ലക്ഷം രൂപയ്ക്ക് അവന്മാര് കാര്യം നടത്തി തരുമെന്നാ എനിക്ക് തോന്നുന്നത്.